ഞാൻ പഠിപ്പിച്ചത്. മസ്ജിദ്, അതിനാണ് കഅബ കിട്ടിയത്. അതിനാണ് കഅബയുടെ അടുത്ത് കൊണ്ടുപോയി മക്കളെ താമസിപ്പിച്ചു. കഅബയുടെ അടുത്താണ് അടുത്ത മദ്രസ. പള്ളിയുടെ അടുത്താണ് മദ്രസ. നമ്മുടെ മദ്രസ പള്ളിയുടെ അടുത്താണ്. ഇതാ നമുക്കൊരു പുതിയ മദ്രസ വരുന്നു. ഇതാരാണ് പഠിപ്പിച്ചത്? മസ്ജിദിനോട് ചേർന്ന് മദ്രസ വരാൻ ഇതേ ഇബ്രാഹിം നബിയാണ് പറഞ്ഞത്. കേട്ടോ, അടുത്ത ദുആ ഒന്ന് കേൾക്കണേ. റബ്ബനാ ഇന്നി أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഇബ്രാഹിം നബിയുടെ ദുആ നമ്മളെ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. മക്കളുടെ കൈക്ക് പിടിച്ച് നടക്കുമ്പോ, മക്കളുടെ കൈക്ക് പിടിച്ച് അങ്ങാടിയിൽ പോകുമ്പോ, മക്കളെയും കൊണ്ട് പീടികയിൽ പോകുമ്പോ, മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോ ഓർക്കണേ, നമ്മുടെ ഈ കുഞ്ഞാടികൾ വളർന്നു വരുമ്പോ, ഈ കിടാക്കൾ വളർന്നു വരുമ്പോ ഈ വാപ്പായെ അനുസരിക്കുന്നവരാകൂ, ഉമ്മയെ അനുസരിക്കുന്നവരാകൂ. അത് കാല് കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി ദുആ ചെയ്തത്. എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ നിന്റെ കഅബയുടെ ഓരത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. മക്കയുടെ ഓരത്ത്, കഅബയുടെ അടുത്ത്, മക്കയുടെ അടുത്ത്, കഅബയുടെ അടുത്ത് എന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയും മക്കളെയും. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ജലരഹിതമായ ആ പ്രാന്തപ്രദേശത്താണ് അല്ലാഹ് ഈ കഅബയുള്ളത്. ആ കഅബയുടെ ഭൂമുഖത്താണ്, അതിന്റെ കോലായിലാണ്, അതിന്റെ മുറ്റത്താണ്, അതിന്റെ വളപ്പിലാണ് എന്റെ കുടുംബത്തെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെ പരിസരത്ത്. എന്തിന് എന്തിന് ഇബ്രാഹിം നബി മറുപടി പറയുന്നു, റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. അല്ലാഹുവേ, ഈ മക്കൾ നിന്നെ അനുസരിക്കുന്നവരാകണം, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാകണം, ഇസ്ലാമിന് എതിര് പ്രവർത്തിക്കുന്നവരാകാൻ പാടില്ല. അതിനാണ് ഈ കഅബയുടെ ഓരത്ത് എന്റെ മക്കളെ ഞാൻ താമസിപ്പിച്ചത് അല്ലാഹ്. അതുകൊണ്ടാണ് മസ്ജിദിനടുത്ത് മദ്രസ. മസ്ജിദിനടുത്ത് മദ്രസ. മക്കൾ നമസ്കരിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ ആ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലം മദ്രസയാണ്. വാപ്പാര് ഉപ്പയുടെ മഹത്വം പഠിപ്പിക്കുന്നത് മദ്രസയാണ്, ഉമ്മയുടെ മഹത്വം പഠിപ്പിക്കുന്നത് മദ്രസയാണ്. നിങ്ങൾക്ക് അലിഫ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരുടെ മഹത്വം പഠിപ്പിക്കുന്നത് അത് മദ്രസയാണ്. ഈ മദ്രസയിലാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നത്, മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ MBA വരെ നിങ്ങൾ പഠിച്ചാലും ഒരൊറ്റ ചാപ്റ്റർ പോലുമില്ല നിന്റെ ഉപ്പയോട് എങ്ങനെ വർത്തിക്കണേ, നിന്റെ ഉമ്മയോട് എങ്ങനെ പ്രവർത്തിക്കണേ എന്ന് ഒരു ചാപ്റ്റർ പോലും നമുക്ക് പഠിക്കാൻ കഴിയൂല. വാപ്പ ഉമ്മ എന്ത് ആര് ഇല്ല, അങ്ങനെ ഒരു അധ്യായമേ ഇല്ല. അധ്യായം പഠിപ്പിക്കുന്നത് മദ്രസ. അതുകൊണ്ട് എന്താ ഗുണം? ഉപ്പയെ ഉപ്പയായിട്ട് മനസ്സിലാക്കാൻ കഴിയും മക്കൾക്ക്. ഉപ്പയും മക്കളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും, ആത്മബന്ധം ഉണ്ടാകും. ഖൽബിയായ ബന്ധം ഉണ്ടാകണം. വാപ്പയും മക്കളും, കുറെ മക്കളും വാപ്പയും ഉണ്ടായിട്ട് കാര്യമില്ല. നൂഹ് നബിക്ക് മകൻ ഉണ്ടായിരുന്നു, പേര് കൻആൻ. മാഫി ഫായിദ, മകനാണ്. വാപ്പ വിളിച്ചാലും കേൾക്കൂല, അനുസരിക്കില്ല. ഉപ്പ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ അങ്ങോട്ടേക്ക് ഓടും. ഓനെ കൊണ്ട് എന്ത് ഫായിദ ഉള്ള?
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു, മോനെ ബാ ഇടേക്ക് വാടാ, ഇടേക്ക് വാടാ, നിസ്കരിക്കടാ, വാടാ മോനെ, നീ നിനക്ക് ബൈക്കുന്നില്ല, നീ ബാ ഇങ്ങോട്ട് വന്നു. നോ 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 നോ, ഉപ്പ എന്നെ വിളിക്കണ്ട ഉപ്പ, നമ്മളിവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന ടൈമില് മോനെ നീ നിസ്കരിച്ച അസർ അതെല്ലാം നമ്മൾ ജമ്മാക്കും ഉപ്പ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പള്ളിക്ക് പോയിക്കോ, ഞാൻ പിറകെ വരും. മോൻ പറഞ്ഞു വിടാണ് ഉപ്പായ, ഓൻ നിസ്കാരമില്ല, അവന് നിസ്കാരമില്ല, ഓൻ കളിക്കാണ്. വാപ്പ പള്ളിക്ക് പോയി നിസ്കരിച്ചോളാം, വിളിച്ചിട്ട് അനുസരണയില്ല. ആര് വിളിച്ചു? നൂഹ് നബി മകനെ വിളിച്ചു, അനുസരിച്ചില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞതെന്താ ശ്രദ്ധിച്ചോണം. വാപ്പാമാര് മക്കളെ വിളിച്ചിട്ട് അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ശർറ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ മകനാണ്. ആ ഇസ്മായിൽ നബിയോട് പോയിട്ട് ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ നിന്റെ ഉപ്പയാണടാ ഞാൻ. ഈ ഉപ്പ ഒരു സ്വപ്നം കാണുകയുണ്ടായി, മകനെ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടു, പൊന്നുമോനെ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടു. 10-12 വയസ്സുള്ള പൊന്നുമോൻ പറഞ്ഞു, അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഒരു സാലിഹത്തായ ഉമ്മ വളർത്തിയ മകനായതുകൊണ്ട്, ഒരു സാലിഹായ പിതാവ് വളർത്തിയ മകനായതുകൊണ്ട്, കഅബയുടെ പൂമുഖത്ത് വെച്ച് ചെയ്ത ദുആയുടെ ഫലമായതുകൊണ്ട്, ആ ദുആ അല്ലാഹു അംഗീകരിച്ചതുകൊണ്ട് 12 വയസ്സായ പൊന്നുമോന്റെ അരികിൽ കിടന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പറയുകയാണ്, മോനെ നിന്റെ ഉപ്പ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടടാ, എന്താണ് നിന്റെ അഭിപ്രായം? ഉപ്പ അറുക്കട്ടെയോ? പ്രവാചകന്മാരുടെ ദുആ യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാരുടെ ദുആ കള്ളമല്ല, അത് ദുസ്വപ്നമല്ല, അത് സത്യസന്ധമായ സ്വപ്നമാ. ആ 12 വയസ്സുള്ള പൊന്നുമോൻ പറയുകയാണ്, ഉപ്പാ അള്ളാന്റെ തീരുമാനമല്ലേ, അറുക്കണേ ഉപ്പാ, അറുക്കണേ ഉപ്പാ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഒരനുസരണയുള്ള മകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ്. ഒരനുസരണയുള്ള പിതാവിനെ പരിചയപ്പെടുത്തുകയാ, ഒരനുസരണയുള്ള മാതാവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിമിന്റെ കുടുംബത്തെയാണ്. അതേപോലെ അനുസരണയില്ലാത്ത ഒരു മാതാവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, അനുസരണയില്ലാത്ത മകനെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വാപ്പ ഒരു പ്രവാചകനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ വാപ്പായെ വഞ്ചിച്ചവളാണ് പരിശുദ്ധ പ്രവാചകനായ നൂഹ് നബിയുടെ ഭാര്യ, പരിശുദ്ധ പ്രവാചകനായ ലൂത്ത് നബിയുടെ ഭാര്യ. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. അല്ലാഹ് പറയുന്നത് ആരോടാണ്? ഒരു പ്രവാചകന്റെ കുടുംബത്തെ നോക്കി പറയുകയാണ്, അല്ലാഹുവേ 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം ചെയ്ത പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നോഹ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തി. പടച്ച റബ്ബേ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. അല്ലാഹുവേ, രാപ്പകലില്ലാതെ ഈ സമുദായത്തിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങിപ്പോയി റബ്ബേ. നിസ്കരിക്കാൻ പാടോ, പള്ളിക്ക്
പള്ളിക്ക് വരണേ, നമസ്കരിക്കണേ, അള്ളയെ ആരാധിക്കണേ. ഞാൻ അവരോടൊപ്പം പുറകിൽ പോയി പറഞ്ഞു അല്ലാ, അവർ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് പോയി പറഞ്ഞു അല്ലാ, രാത്രി പോയി പറഞ്ഞു, പകല് പോയി പറഞ്ഞു, മലമുകളിൽ പോയി പറഞ്ഞു, കാട്ടിൽ പോയി പറഞ്ഞു, വീട്ടിൽ പോയി പറഞ്ഞു, നാട്ടിൽ പോയി പറഞ്ഞു അല്ലാ. പക്ഷേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അവരെന്റെ പ്രവൃത്തി കാണുമ്പോ, എന്റെ പ്രബോധനം കേൾക്കുമ്പോ എന്നിൽ നിന്ന് വിരണ്ടോടുകയാണ്. റബ്ബേ, ഇവരെ കൊണ്ട് ഒരു ഗുണവുമില്ല അല്ലാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രത്തോളം പറഞ്ഞിട്ടും അനുസരിക്കാത്ത സമുദായമായി പോയെങ്കിൽ അതിൽപ്പെട്ടവരല്ലേ നൂഹ് നബിയുടെ ഭാര്യ? കേട്ടോ, നൂഹ് നബിയുടെ മകനും അതിൽപ്പെട്ടുപോയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മകൻ. അല്ലാഹുവിനോട് നൂഹ് നബി ദുആ ചെയ്യുകയാ, അല്ലാഹ്, എന്റെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടവനാണ്, പടച്ചവനെ. ഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹ്, എന്റെ മകൻ എന്നെ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ടവനാണ്. അവനെ നീ മുക്കിക്കൊല്ലല്ലേ അല്ലാ, അവനെ നീ ഒന്ന് രക്ഷിക്കണേ അല്ലാ, ഒന്ന് സഹായിക്കണേ അല്ലാ. മകനെ നീ കയറി വാ, മകനെ നീ കയറി വാ എന്ന് ആ ആഴക്കടലിലേക്ക് മുങ്ങി താഴുന്ന മകനോട് പിതാവായ നൂഹ് നബി പറഞ്ഞപ്പോ, ആ നൂഹ് എന്ന് പറയുന്ന പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് അനുസരണയില്ലാത്ത ഈ മകൻ പറഞ്ഞത് എന്തെന്നറിയോ? സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഉപ്പാ, നിങ്ങൾ പോയിക്കോ, ഞാൻ ഏതെങ്കിലും കല്ലിലോ പുറ്റുകളിലോ കയറി പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും ഞാൻ നമസ്കരിക്കാൻ വരൂല കേട്ടോ, നിങ്ങളോടൊപ്പം ഞാൻ കൂടൂല കേട്ടോ, വാപ്പായെ ഞാൻ അനുസരിക്കൂല കേട്ടോ. അതാ പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോൻ പിഴച്ചുപോയി, വാപ്പ പറഞ്ഞതനുസരിച്ചില്ല. ഉടനെ നൂഹ് നബി അള്ളയോട് ചർച്ച ചെയ്തു, അല്ലാ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ അവനെ രക്ഷിക്കണേ എന്ന് നൂഹ് നബി ചോദിച്ചപ്പോ നൂഹ് നബിയെ അല്ലാഹു ഇതാ താക്കീത് ചെയ്യുകയാണ്. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമാ. അവൻ നിന്റെ കുടുംബക്കാരനല്ല കേട്ടോ, അവൻ സാലിഹായ സന്താനവുമല്ല കേട്ടോ. ശ്രദ്ധിക്കണേ, ആലമ്പാടിയിൽ ഇരിക്കുന്ന ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കണം. അള്ള പറഞ്ഞ വാക്ക് അനുസരണയില്ലാത്ത, ഉപ്പ വിളിച്ചിട്ട് വരാത്ത മക്കളെ കുറിച്ച് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അവൻ സാലിഹായ സന്താനവുമല്ല, അവൻ അനുസരണയുള്ള കുടുംബത്തിൽ പെട്ടവനുമല്ല. അതുകൊണ്ട് നൂഹേ, ഈ തെറിച്ചുപോയ പിഴച്ച മകനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് കേട്ടോ. വല്ലാത്ത വാക്ക്. പടച്ചോ നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ.